കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ വാസുദേവ കേശവ ജനാർദ്ദന, ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. മുക്തി തേടിയെത്തിടുന്ന ഭക്തരെ തുണയ്ക്കുവാൻ, ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. ആദിയന്തരഹിതനായി കാരണപുരുഷനായി, ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. ഗ്ലാനി സംഭവിച്ചിടുന്ന ധർമ്മരക്ഷണത്തിനായി, ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. തൂണിലും തുരുമ്പിലും നിറഞ്ഞ സൂക്ഷ്മകായനായി, ശ്രീ ഗുരുവായൂരിൽ വാഴും അച്യുത നമസ്തുതേ. കൃഷ്ണ ഗുരുവായൂരപ്പ ജയ ജയ, കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ജയ. ഘോരമത്സ്യമായി വേദമൊക്കെ വീണ്ടെടുത്തതാം, ശ്രീ ആ ഈശ്വരനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതിനൊരു കൈകാലുകൾ വെച്ച് ഒരു മനുഷ്യ രൂപത്തിൽ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ രൂപത്തിലുള്ള ആ ഭൂമിയിലേക്ക് വിടർത്തി വിട്ടിട്ടുണ്ട്. നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഒരു രൂപം, മനുഷ്യരൂപം തന്നു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. ഇപ്പോ കുറെ പശുക്കളും പട്ടികളും നായ്ക്കളും മറ്റുള്ള പക്ഷികളൊക്കെ ഇവിടെ വന്നിരുന്ന് അവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവര് നാമജപിക്കുന്നുണ്ടോ? അവര് ഭഗവാനെ തോന്നുന്നുണ്ടോ? ഇല്ല. എന്താണ് ഇതിനൊക്കെ സാധിക്കാൻ വേണ്ടി അവരുടെയൊക്കെ ജന്മങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ജീവജാലങ്ങളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ, അവരെങ്ങനെയാണ് ജീവിക്കണതെന്ന്. ഇപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ടാണ് നമുക്ക് ആ മനുഷ്യരൂപം തന്നിരിക്കുന്നത്, മനുഷ്യ ജന്മം തന്നിരിക്കുന്നത്. ഈ മനുഷ്യജന്മം വീണ്ടും അതുപോലുള്ള ജന്മങ്ങളെ എടുക്കാതിരിക്കാൻ വേണ്ടി നാമം ജപിച്ച വീണ്ടും ഭഗവത്പാദത്തിലേക്ക് എത്തിച്ചേരാൻ, നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും അവസാനത്തെ ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയാറുണ്ട് ശാസ്ത്രം. ഇനി നമ്മൾ എങ്ങനെയാ എന്നവിടെ പറഞ്ഞു. നരലോക 28 നരകങ്ങളെ കുറിച്ച് അവിടെ വർണ്ണിച്ചു കഴിഞ്ഞു. നരകങ്ങളൊക്കെ നമ്മളിപ്പോ അനുഭവിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മൾ തന്നെ അനുഭവിക്കുന്നത്. നമ്മള് ദുഃഖങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും വന്നു കഴിഞ്ഞാൽ അത് നരകമായി. സുഖങ്ങളും ഭോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കലാണ്. അതുകൊണ്ട് എന്താണ് നിരാഹാര അല്ലെങ്കിൽ ഉപവാസമൊക്കെ കടന്നുകൊണ്ടാണ് ഭഗവാനെ സേവിക്കുക. എന്നാലേ വൈകുണ്ഠ പ്രാപ്തി ഉണ്ടാവുള്ളൂ, വൈകുണ്ഠത്തിലേക്ക് എത്തുള്ളൂ. എന്നാൽ അങ്ങനെ തീരുമാനിച്ചിരിക്കണം. അടുത്ത കൊല്ലം സപ്താഹം ഉണ്ടാക്കി 1-ാം ദിവസം മുതൽ ഒന്നുമില്ല പറ്റും. രാവിലെ മുതൽ നാമം ജപിക്കുക, വായിക്കുക, കഥ പറയുക, വൈകുന്നേരം ഭഗവാനെ അഭിഷേകം ചെയ്ത തീർത്ഥം അത് സേവിച്ച് പോവുക. ഭഗവാനെ സേവിക്കാൻ വന്നാരാ ഉപവാസത്തോടു കൂടിയാക്കുക, ശ്രദ്ധയുടെ കൊട്ടത്തിൽ കൈവയ്ക്കുക. എത്ര ആൾക്കാരുണ്ടാവും? ഭഗവാനെ പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാണ്ട് ഉപാസിക്കണമെന്ന് സേവിക്കണമെന്ന് ഭഗവാൻ നേരെ പറഞ്ഞിട്ടില്ല. ഒരു മിതമായ ആഹാരം കഴിക്കണമെന്നേ പറഞ്ഞുള്ളൂ. സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക.
ഏകാദശിയിലെ വ്രതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. മിതമായുള്ള ആഹാരം കഴിച്ച്, സാത്വികമായ ആഹാരം കഴിച്ച് മറ്റുള്ള ചിന്തകളിലേക്കൊന്നും പോവാൻ മനസ്സിനെ കൊണ്ടുപോവാതെ നാമം ജപിക്കുക. അതാണ് ഏകാദശി വ്രതം. നമ്മള് അതേ ദിവസം എല്ലാത്തിനും വാരി വലിച്ച് എന്തൊക്കെയാ കഴിച്ചണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് ആ ശരീരത്തിന് നമുക്ക് വേണ്ട പോലെ താങ്ങാൻ പറ്റുന്നില്ല. അതിനൊക്കെ ഒരു ഡൈജഷൻ വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്നത് ഒരു ദിവസം ഇതേപോലെ. അല്ലാണ്ട് എല്ലാ ദിവസം ഭക്ഷണം നല്ലപോലെ കഴിച്ച് ഉപവാസം എടുത്ത് ഭഗവാനെ സേവിക്കാനല്ല. ദിവസം എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് നമുക്ക് പറ്റൂല. അപ്പോ ആ ഭഗവാനിലെ കാര്യങ്ങള് യമദൂതന്മാർ അവിടെ പറഞ്ഞു കൊടുത്തു. ഇപ്പോഴാണ് പറഞ്ഞത് ഇനി ആ അജാമിളിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അവസാനം ആ വിഷ്ണുപാർഷന്മാര് അവിടുന്ന് തിരിച്ചുപോയി അജാമിളനെ രക്ഷിച്ച. അജാമിളൻ മനസ്സിലാക്കി എന്താ താൻ എത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ പാപങ്ങളൊക്കെ ഇനി ഇല്ലാതാവാൻ വേണ്ടി, അല്ലെങ്കിൽ പാപങ്ങളെ ഇനി ചെയ്യാതിരിക്കാൻ തോന്നാൻ വേണ്ടി ആ അജാമിളൻ പിന്നീടുള്ള ദൈവകാലം ആ നദീതീരത്ത് ഗംഗാതീര ഹിമാലയത്തിന്റെ അടുത്ത് ചെന്ന് തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഇനിയുള്ള കാലം മുഴുവനെ ഭഗവാനെ ആരാധിച്ച് തപസ് ചെയ്ത് ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്ന് അവിടെ പറഞ്ഞുകൊണ്ടാണ് ആ അജാമിള മോക്ഷം അവിടെ നമ്മൾ പറഞ്ഞ് തീർത്തത്. പിന്നീട് ആ വൃത്രാസുരന്റെ കഥ, ചിത്രകേതുവിന്റെ വിശ്വരൂപന്റെ കഥ, നാരായണ കവച മന്ത്രം എന്നുള്ളതൊക്കെയാണ് നമുക്കിതിപ്പോ പാരായണം ചെയ്യാനുള്ളത്. അതുകൂടി പാരായണം ചെയ്തിട്ട് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനിയും അജാമിളനോട് പറയാൻ ഒരുപാട് നമുക്കുണ്ട്, എങ്ങനെ വേണമെങ്കിലും പറയാം. ആ മനുഷ്യന്റെ ഒരു അവസാന കാലഘട്ടത്തില് ഇല്ലേ, ആ 88 വയസ്സായിരിക്കുന്ന സമയത്ത് അജാമിളന് കാലൊന്ന് തിരിച്ചു വെക്കാനോ മറയ്ക്കാനോ ഒന്നും വയ്യാത്തവള് നാമം ജപിക്കണമെന്ന് തോന്നി. ആ നാമം ജപിക്കണം തോന്നിയിട്ട് കാര്യമില്ല, ജപിക്കാൻ സാധിക്കുന്നില്ല. നാവ് പൊങ്ങുന്നില്ല, ചുണ്ട് അനങ്ങുന്നില്ല. ഭഗവാന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൈ കൂപ്പി തൊഴാമെന്നുണ്ടെങ്കിൽ കൈകാലം അനക്കാൻ പറ്റില്ല. ശരീരം ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാനോ സാധിക്കുന്നില്ല. കൺകുളർക്കെന്ന് ഭഗവാന്റെ സ്വരൂപം കാണാൻ സാധിക്കുന്നില്ല. അതിനാണ് പറയണത് ആ നാമം ജപിക്കാനുള്ള സാഹചര്യ സമയമാണ് നമുക്ക് ഇപ്പൊ തന്നത്. എല്ലാം കഴിഞ്ഞ അവസാന കാലഘട്ടത്തിൽ നാമം ജപിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഇനി നാമം ജപിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാവ് പൊങ്ങിയെന്ന് വരില്ല, കണ്ണ് ഒഴിഞ്ഞെന്ന് വരില്ല, കൈകൾ കൊപ്പിയെന്ന് വരില്ല, കാലുകൾ അനങ്ങിയെന്ന് വരില്ല, ശരീരം അനങ്ങിയെന്ന് വരില്ല. എന്താണ് രൂപം, ഭഗവാന്റെ രൂപം എന്ന് നമുക്ക് മനസ്സിലായെന്ന് വരില്ല, ബുദ്ധി തെളിഞ്ഞെന്ന് വരില്ല, ഇതൊന്നും വിളിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടായി എന്ന് വരില്ല. ഇപ്പതാ ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ആ ഈശ്വര രൂപത്തില്, ആ മനുഷ്യ രൂപത്തില് നമുക്ക് ഭൂമിയിലേക്ക് ജന്മം തന്നിട്ടുണ്ട്. നമുക്ക് കൈകാലുകൾ തന്നിട്ടുണ്ട് ഇല്ലേ? ഭഗവാന്റെ പാദത്തിലേക്ക് എത്താൻ, ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടി നമുക്ക് കാലുകൾ തന്നിട്ടുണ്ട്. ഭഗവാനെ കാണുമ്പോ കൈ കൂപ്പാൻ വേണ്ടി കൈകൾ തന്നിട്ടുണ്ട്. ഭഗവാനെ നാമം ജപിക്കാൻ നാവുകൾ തന്നിട്ടുണ്ട്. നാമം കേൾക്കാൻ വേണ്ടി നമുക്ക് ആ കാതുകൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം എപ്പോഴും എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് പറയാൻ വേണ്ടി, നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അനവധി നാമങ്ങൾ ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എപ്പോ ജപിക്കണം, എങ്ങനെ ജപിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഗുരുനാഥന്മാരുണ്ട്. ഇതെല്ലാം ജപിക്കാൻ വേണ്ടി വേണ്ട സമയത്ത് വേണ്ട പോലെ ജപിക്കാൻ വേണ്ടി നമുക്കുള്ള ബുദ്ധിയും തന്നിട്ടുണ്ട്, ശക്തിയും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത്രയൊക്കെ നമ്മൾ തന്നിട്ട് പോലെ നമ്മൾ നാമം ജപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ആ കർമ്മഫലമാണ്. ആ കർമ്മഫലത്തെ ഇല്ലാതാക്കുക നാമജപം കൊണ്ട്. മാറ്റിവെച്ച തിരക്കുകളോട് കൂടിയാണെങ്കിൽ പോലും നമ്മൾ നാമം ജപിക്കാം. എല്ലാ കർമ്മങ്ങളും കുടുംബപോഷായ വിയം നിജായും, വൈകുന്നേരം പറയും ആ കുടുംബപോഷം കൊണ്ടാണ് ഇനി നാമം ജപിക്കാൻ തയ്യാറാവുന്ന എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് സാധിക്കില്ല. ജപിക്കണം എന്നത് ആ സമയത്ത് നമുക്കിതൊന്നും തോന്നിയെന്ന് വരില്ല. അപ്പൊ എല്ലാം അനുഭവിക്കുന്ന ആ സമയത്ത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ നാമം ജപിക്കുക. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി ആരൊക്കെ വായിക്കാനുള്ള വെച്ചാൽ ദേവനെ വായിക്കാത്തവരും ഒന്ന് താഴ്ത്തിറങ്ങിയിരുന്നുള്ളൂ. താഴ്ത്തിറങ്ങിയിരിക്കാൻ വയ്യാന്നുള്ളവർക്ക് മയക്ക് അങ്ങോട്ട് വെച്ച് എന്തായാലും ഒരു അധ്യായം വായിക്കാം. ഇപ്പൊ ഈ അധ്യായം വായിക്കാം. ഒമാനമൈവേത്തെ
पुमान नैवेद्ये यद् गत्वा विलसर्गगतो यथा तत्यगधामाविदह्यम् इह किम सत्कर्म विभर्वयेत् नानारूपा तु मनोविद्वी स्वैरिणीव गुणान्विता तन्निष्ठा मतगतस्येय किम सत्कर्म विभर्वयेत्। ॐ नमो नारायणाय नमः। तत्सङ्गा पश्यन्ति तश्चैवर्यं संसरत्नम् उभार्वयवत् तद्गतिर्वबुद्धेस्ये किम सत्कर्म विभर्वयेत्। सृष्टेय परेयं करिं माया वेलाकूलान्तगीतां मतस्य शङ्करि साम्ब सदा शिव शम्भो शङ्कर नन्दकुमारा नवनिध चोरा राधारमण मुकुन्द मुरारि शरणं मे तव शरणयुगं कृष्ण शरणं मे तव शरणयुगं कृष्ण शरणं मे तव शरणयुगं। सर्वत्र गोविन्दनाम सङ्कीर्तनं सर्वत्र गोविन्दनाम। ഇനി ഒന്ന് പ്രസാദം കഴിച്ച്